ഇന്നത്തെ എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് ഇന്ത്യൻ റെയിൽവേയുടെ പുതിയ മാറ്റങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ ആ മാറ്റങ്ങൾ എന്നൊക്കെയാണ് ഞാൻ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഇന്ത്യൻ റെയിൽവേ ഇപ്പോൾ ഈ അടുത്തിടെയായിട്ട് റീസെൻ്റായിട്ട് ഉപഭോക്താക്കൾക്ക് ആവശ്യങ്ങൾക്ക് അനുസരിച്ച് ഒരു അടിപൊളി കിഡിലൻ ആപ്ലിക്കേഷൻ പുറത്തിറക്കിയിട്ടുണ്ട്. ആ ഒരു ആപ്ലിക്കേഷനെ കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മളിൽ പലരും ട്രെയിൻ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണ്. നമ്മൾ മുമ്പ് ടിക്കറ്റ് ബുക്കിംഗ്, അതുപോലെ തന്നെ PNR, ലൈവ് സ്റ്റാറ്റസ് എന്നിവ നോക്കാനും കോച്ച് പൊസിഷൻ, റെയിൽവേ മദത്, അതായത് യാത്രക്കാർക്ക് എന്തെങ്കിലും തരത്തിലുള്ള പരാതികളോ നിർദ്ദേശങ്ങളോ നേരിട്ട് അറിയിക്കാനുള്ള ഓപ്ഷനൊക്കെ വേറൊരു ആപ്ലിക്കേഷൻ വഴി നമ്മൾ ഉപയോഗിച്ചിരുന്നു. അതായത് എല്ലാത്തിനും വ്യത്യസ്തമായ തരത്തിലുള്ള ആപ്ലിക്കേഷനാണ് നമ്മൾ മുൻപ് ഫോളോ അപ്പ് ചെയ്തിരുന്നത്. അപ്പോൾ ഇതിനൊക്കെ ഒരൊറ്റ ആപ്ലിക്കേഷൻ വരുന്ന രീതിയിൽ ഇന്ത്യൻ റെയിൽവേ ഇപ്പോൾ ഒരു ആപ്ലിക്കേഷൻ പുറത്തിറക്കിയിട്ടുണ്ട്. ആ ഒരു ആപ്ലിക്കേഷനാണ് റെയിൽ വൺ എന്ന് പറയുന്നത്. ഗൂഗിൾ പ്ലേ സ്റ്റോർ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുകയാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ ഗൂഗിൾ പ്ലേ സ്റ്റോർ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് അതിൽ നമ്മളുടെ റെയിൽ വൺ എന്ന് ടൈപ്പ് ചെയ്യുക. റെയിൽ വൺ ആപ്പ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വോയിസ് എനേബിൾ ചെയ്തിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഈ കാണുന്ന ആപ്ലിക്കേഷനാണ് നമ്മൾ ഇന്ത്യൻ റെയിൽവേ പുറത്തിറക്കിയ ഒരു കിഡിലൻ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക എന്നതാണ്. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്യുക. ഇതിലെല്ലാ ഫീച്ചേഴ്സും ഇതിൽ അവൈലബിൾ ആണ്. നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, ഈ രീതിയിൽ ഇൻസ്റ്റാൾ ചെയ്യുക. കണ്ടിന്യൂ കൊടുക്കുക. അത് യൂണിഫൈഡ് ആപ്പ് ഫോർ ഓൾ യുവർ ട്രെയിൻ ടിക്കറ്റ് നീഡ്, ഈസി ടു ട്രാക്ക് PNR, ട്രെയിൻ സ്റ്റാറ്റസ് ആൻഡ് യുവർ പാർസൽ ആൻഡ് ഫ്ലൈറ്റ്സ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഈസി ആയിട്ട് ഒറ്റ ക്ലിക്കിൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഗെറ്റ് സപ്പോർട്ട്, ഷെയർ സജഷൻസ്, അങ്ങനെ ഇന്ത്യൻ ഗെറ്റ് സീറ്റ് ഹെൽപ്പ് ഫ്രം ഇന്ത്യൻ റെയിൽവേ ഓൺ ബോർഡ് ഓർ സ്റ്റേഷൻസ് ആൻഡ് ഷെയർ യുവർ വാല്യുബിൾ സജഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ആപ്ലിക്കേഷൻ ആഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. PNR ട്രാക്ക് ചെയ്യാനും അതുപോലെ തന്നെ ട്രെയിൻ സ്റ്റാറ്റസ് നോക്കാനും ആൻഡ് യുവർ ഇസ് എ പാർസൽ ആൻഡ് ഫ്ലൈറ്റ് എന്ന കാര്യങ്ങളൊക്കെ നോക്കാനൊക്കെ ഈസിയാണെന്ന് ഈ ഒരു ആപ്ലിക്കേഷൻ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. Okay. Effortlessly stay informed by tracking PNR, train status and managing your parcel and flights. എന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഒറ്റ ആപ്ലിക്കേഷൻ വഴി നിങ്ങൾക്ക് ഉപയോഗിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഗെറ്റ് സപ്പോർട്ട്, ഷെയർ സജഷൻസ് എന്നൊക്കെ, ഗെറ്റ് സീറ്റ് ഹെൽപ്പ് ഫ്രം ഇന്ത്യൻ റെയിൽവേ ഓൺ ബോർഡ്. നമ്മളിത് കണ്ടിന്യൂ കൊടുക്കണ്ട, സ്കിപ്പ് ചെയ്യണ്ട, കണ്ടിന്യൂ കൊടുക്കാം. ഓക്കെ, കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് കാണുന്നത് ലോഗിൻ ചെയ്യാൻ പറയുകയാണ്. രജിസ്റ്റേർഡ് യൂസർ ലോഗിൻ എന്നാണ് കാണിക്കുന്നത്. അതായത് രജിസ്റ്റേർഡ് യൂസർ ലോഗിൻ ഹിയർ. ഇഫ് യു ഹാവ് ഓൾറെഡി രജിസ്റ്റേർഡ് ഓൺ ദിസ് ആപ്പ് യൂസ് ദിസ് ഓപ്ഷൻ ലോഗിൻ. നെക്സ്റ്റ് കൊടുക്കുക. റെയിൽ കണക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഓൾറെഡി രജിസ്റ്റേർഡ് യുവർ യൂസർ. നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു രജിസ്റ്റേർഡ് ID വെച്ചിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാമെന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ നെക്സ്റ്റ് കൊടുക്കുകയാണ്. അതുകൊണ്ട് UTS ഉണ്ട്. അപ്പോൾ ഇത് ഓൾറെഡി രജിസ്റ്റേർഡ്. നിങ്ങൾ UTS ആപ്ലിക്കേഷൻ നിങ്ങൾ നേരത്തെ ഉപയോഗിച്ചിട്ടെങ്കിൽ നിങ്ങൾക്ക് ആ ലോഗിൻ ചെയ്യാം. ഇതിലൂടെ സിമ്പിളായിട്ട്, അനായാസം സിമ്പിളായിട്ട് ലോഗിൻ ചെയ്യാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഡൺ കൊടുക്കുകയാണ്. ഓക്കെ, നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ പോകണം. നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ ഒന്ന് രജിസ്റ്റർ ചെയ്യാൻ പോകണം. വെരിഫൈ ചെയ്യണം. വെരിഫൈ കൊടുക്കാം. അപ്പോൾ ഒരു OTP നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ OTP ഇടുന്നതാണ്. എഴുപത്തിയെട്ട് 28 45. ഓക്കെ, വെരിഫൈ ചെയ്യാം. ഓപ്പൺ ആക്കുക കേട്ടോ. വെരിഫൈ കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇമെയിൽ ഓപ്പൺ ആക്കുക. ഇമെയിൽ ഓപ്പൺ ആക്കിയാൽ വരുന്നതാണ്. ഇതുണ്ടോ? ഈ കാണുന്ന രീതിയിൽ OTP കിട്ടും. 83 831. ഇമെയിൽ ഓപ്പൺ ആക്കണം. ഇമെയിൽ ഓപ്പൺ ആക്കിയിട്ട് ആ വെരിഫൈ OTP എൻ്റർ ചെയ്ത് കൊടുക്കുക കേട്ടോ. 97 വെരിഫൈ ചെയ്യാം. യൂസർ ID
എൻ്റെ പേര് വന്നിട്ട് നീഡിൽ എന്നൊക്കെയാണ്. നീഡിൽ 3 ആൽഫ ന്യൂമറിക്കൽ ടാർഗറ്റ്, അതായത് 3 ആൽഫ ജസ്റ്റ് നമ്പറോ ലെറ്ററോ സിമ്പിളൊക്കെ അതായത് നമ്പർ, സിമ്പിൾ, ലെറ്റർ എന്നിവ ഉൾക്കൊള്ളിച്ചിട്ട് നിങ്ങളൊരു യൂസർ ഐ ഡി ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ നമ്പറും ഫസ്റ്റ് വന്നിട്ട് 3 ആൽഫ ന്യൂമറിക്കൽ ക്യാരക്ടർ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്റ്റാർട്ട് മതി. പാസ്വേഡ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് 1 ലോവർ കേസ് ക്യാരക്ടർ, ചെറിയ ലെറ്റർ വേണം, അപ്പർ ലെറ്റർ വേണം, 1 നമ്പർ വേണം, അറ്റ്ലീസ്റ്റ് 1 സ്പെഷ്യൽ ക്യാരക്ടർ വേണം. അപ്പോൾ 8 ക്യാരക്ടർ മിനിമം. അപ്പോൾ ഈ 3 ചിത്രത്തിൽ എന്താ കാരണം ആ ചിത്രവുമായി മാച്ച് ചെയ്യുക കേട്ടോ. മൂവ് ചെയ്യുക, പിന്നടിക്കുക, ഒരു പിൻ നമ്പർ അടിക്കുക. 1 2 3 4 5 6 1 2 3 കൺഫേം കൊടുക്കുക. 4 5 6 സെറ്റ് സക്സസ്ഫുൾ എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഞാൻ നോട്ടിഫിക്കേഷൻ കാണിക്കും. അപ്പോൾ ഇത്രേ ഉള്ളൂ പരിപാടി. ഇപ്പോൾ എല്ലാം അലോ കൊടുക്കുക കേട്ടോ. അൺറിസേർവ്ഡ് പ്ലാറ്റ്ഫോം, ടാപ്പ് ഹിയർ പ്ലാറ്റ്ഫോം ടിക്കറ്റ്, സെർച്ച് ട്രെയിൻ, കോച്ച്.